ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മളൊരു വീടൊക്കെ വരച്ച് പ്ലാൻ നമ്മൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വരക്കണം തന്നു കൂട്ടിക്കോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും? ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ആ പ്ലോട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത ശേഷം നമ്മൾ പ്ലാൻ വരക്കാൻ പോവുകയാണ്. പ്ലാനാണ് ഫസ്റ്റ് സ്റ്റേജ്. സൈഡ് ഡീറ്റെയിൽസൊക്കെ എടുത്തു. അവിടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അത് നമ്മൾ വാസ്തു പറയുന്നത് ഒരു ഫേക്ക് അല്ല കേട്ടോ. സംഭവം നമുക്ക് വാസ്തു നോക്കി ഉണ്ടാക്കുന്ന ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഒരു എവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് അതൊക്കെ വെക്കേണ്ടത് എവിടെയാണെന്നൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം. യൂണിറ്റ് സെറ്റ് ചെയ്യാം. യൂണിറ്റ് സെറ്റ് ചെയ്ത ശേഷം പ്രിസിഷൻ കൊടുക്കുക. സെൻറ്റിമീറ്ററോ മില്ലിമീറ്ററോ ഏതിലാണോ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് അത് കൊടുക്കുക. ഞാൻ സെൻറ്റിമീറ്റർ ആട്ടോ, അപ്പോൾ ഓക്കെ കൊടുക്കുക. യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ശേഷം ലൈൻ എടുക്കുക. ML എന്ന് ടൈപ്പ് ചെയ്താൽ ലൈൻ വരും കേട്ടോ. നമ്മളിവിടെ ഓർത്തോ മോഡ് ഓഫാണ്. സോ F8 അമർത്തുക, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി താഴെ കാണുന്ന പെർപെൻഡിക്കുലർ ചിഹ്നം കണ്ടില്ല അത് കിട്ടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ലൈൻ ഉപയോഗിച്ചിട്ട് ഡ്രോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കുറച്ച് അഡ്വാൻറ്റേജസിന് കൂടാതെ തന്നെ ഡിസഡ്വാൻറ്റേജസും ലൈനിലുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം കേട്ടോ. നമുക്ക് സാധാരണ ഒരു എക്സൽ ലൈൻ എടുത്തിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സൽ എടുക്കുക, V എടുക്കുക, വെർട്ടിക്കൽ ആണെങ്കിൽ H എടുക്കുക, ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമുക്കതിനെ ട്രിം ചെയ്യാം, ഫില്ലറ്റ് ചെയ്യാം, എക്സ്റ്റൻഷൻ കൊടുക്കാം. അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജാണ് അങ്ങനെ വരയ്ക്കുമ്പോൾ. എന്നാൽ എക്സലിൽ ഉപയോഗിക്കാതെ ലൈൻ എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം. അത് നമുക്ക് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇനി ML എൻട്രി അമർത്തിയിട്ട് നമ്മൾ ലൈന് എടുത്തിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്ന് കൂട്ടിക്കോ. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് തിക്നെസ് കിട്ടുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 20 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ അടിയിൽ കാണിക്കും. ഇതേപോലെ നമ്മൾ കൊടുത്തു. ഞാനിനി ഇവിടെ ഒരു സംഭവം കാണിക്കാൻ പോവാം. ഞാനിവിടെ ജോയിൻ ഇല്ലാതെ ഒരു ഇത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ട്രിം ചെയ്ത് കളയാം, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കുക, ഫില്ലറ്റ് കൊടുക്കുക. ബട്ട് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് ഇങ്ങനെ ലൈൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ജോയിൻറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ പോസിബിൾ അല്ല. അതിൽ ഓപ്പൺ എന്ന് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാനും നോക്കിയാലും ഒന്നും നമുക്ക് പോസിബിളായി കിട്ടണമെന്നില്ല. നമുക്ക് എക്സ്റ്റൻഷൻ കൊടുത്ത് നോക്കി പറ്റുന്നില്ല. ഫില്ലറ്റ് കൊടുത്ത് നോക്കി ഫില്ലറ്റും പറ്റുന്നില്ല. സോ ദാറ്റ് നമുക്ക് ഡ്രിം ഉപയോഗിച്ചാലോ? നമുക്ക് അറ്റ കൈക്ക് ഡ്രിം ഉപയോഗിച്ച് ഓപ്പൺ കൊടുത്തിട്ട് എന്താട്ടി ഞാൻ ട്രിം ചെയ്തു. ആ ഒരു ഡബിൾ ലൈൻ പറയുന്നത് ഒരൊറ്റ സിംഗിൾ ലൈനായിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ ഡബിൾ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു വാളിൻ്റെ തിക്നെസ്സാണ് ഇത്. 20 സെൻറ്റിമീറ്ററാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ആ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ലൈനാക്കി എടുത്തത് അവർ ഒരൊറ്റ ലൈനായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സിംഗിൾ ലൈനായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഓപ്പൺ എന്ന് കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്യാം. അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചുള്ളത്. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ലൈൻ കൊടുത്തിട്ട് നമുക്ക് വേഗം വരച്ചെടുക്കാനൊക്കെ ചെയ്യാം. പക്ഷേ ഇതേപോലെ കുറച്ച് പോരായ്മകളും ഇതിനുണ്ട്. നമ്മൾ ലൈൻ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് കൊടുക്കുക, ഡ്രിം കൊടുക്കുക, ഫില്ലറ്റ് കൊടുക്കുക, എക്സ്റ്റൻഷൻ കൊടുക്കുക. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതെന്ന് പറയുന്നത് കേട്ടോ. കമൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലൈൻ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ലൈൻ എടുത്ത് വരച്ച ശേഷം ഓഫ്സെറ്റ് കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കോർണേഴ്സ് ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ലറ്റ് കൊടുക്കാം. ഒരു ഇത് കണ്ടിന്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം. ആ ഒരു സംഭവങ്ങൾ മാത്രമാണ്, ആ ടൂൾസ് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്ലാൻ ഡ്രോ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പ്ലാൻ നമുക്കറിയില്ല. അവർ ക്ലയൻറ്റ് പറഞ്ഞത് നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വരച്ചു കൊടുക്കാനാണെങ്കിൽ നമ്മളെങ്ങനെ വരയ്ക്കുക? 1000 സ്ക്വയർ ഫീറ്റിന് എത്ര ടോയ്ലറ്റാണ് അവർ ചോദിക്കുന്നത്, അതേപോലെ തന്നെ എത്ര ബെഡ്റൂമാണ് അവർ ചോദിക്കുന്നത്, സിറ്റ് ഔട്ട് ഉണ്ടോ, ഡൈനിങ് ഹാൾ എവിടെയാണ്, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്.